ഈ അറ്റൻഡൻസ് കമ്പൽസറി എന്നുള്ള സംഭവം മാറ്റാം. എനിക്കറിയാം പല ടീച്ചർമാരും പറയും അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പിന്നെ ഇവരെ ക്ലാസ്സിൽ വന്നു. അവർ ക്ലാസ് വരാത്ത ഒരു പക്ഷേ നിങ്ങളുടെ കുഴപ്പമുണ്ടായിരിക്കാം. നിങ്ങളുടെ ക്ലാസ്സിനേക്കാൾ മെച്ചമായിട്ടുള്ള അവർക്ക് വെളിയിലുള്ളതുകൊണ്ടാണ്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മുറിവുകളുടെ ആഴം പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. ടീച്ചർമാർ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കേണ്ട വേറൊരു കാര്യമാണ് ഗുരുക്കന്മാർ ദൈവങ്ങളാണോ. മലയാളത്തിലെ ഏറ്റവും പിന്നെ അധികം കാരണവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗുരുത്വം വെക്കരുത്, ഗുരുത്വം വെക്കരുത്. എന്താണ് ഈ ഗുരുത്വം, എന്താണ് ഗുരുത്വം? അത്ഭുതം പോലെ നമ്മളെയൊക്കെ ടച്ച് ചെയ്ത ടീച്ചർമാർ നമുക്കുണ്ട്. എല്ലാവരും ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. നമ്മൾ വിഷമിച്ചിരുന്നപ്പോൾ ഒരു പക്ഷേ നമ്മളെ സ്വാതന്ത്ര്യപ്പിച്ച ടീച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ചില സബ്ജക്റ്റുകളിൽ നമ്മളെ ഇൻസ്പയർ ചെയ്ത ടീച്ചർമാര്, അല്ലെങ്കിൽ നമുക്ക് നല്ലത് പറഞ്ഞത് തന്ന മനുഷ്യർ. അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്ന പല മനുഷ്യർ നമ്മുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് AK സ്കൂളിൽ, കാഞ്ഞിരപ്പള്ളി സ്കൂളിൽ ഞങ്ങളുടെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ തിരുവള്ള. അദ്ദേഹത്തിന്റെ ആ ഡൗൺ ടു എർത്ത് അപ്രോച്ചും, പിന്നെ കുട്ടികൾ പഠിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഉദ്ദേശം. അല്ലാണ്ട് കുട്ടികളെ അടിക്കണം അല്ലെങ്കിൽ സ്കൂളൊക്കെ നടത്തി പോകണമെന്നല്ല, കുട്ടികൾ പഠിക്കണം എന്ന്. ഉച്ചക്കത്തെ ലഞ്ച് ടൈമിൽ പോലും ആ മനുഷ്യൻ കുട്ടികളുടെ കൂടെ നടന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അടി ബാൻ ചെയ്തു. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ എന്നെ ഒരുപാട് ബാധിച്ച ഒരു ടീച്ചറാണ് ഡോക്ടർ പ്രമേഷ് രത്നാകർ. ഡോക്ടർ പ്രമേഷ് എൻ്റെ മെന്ററാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് ഡൽഹിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ സന്തോഷം, യുനോ ഈ ആ മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയില്ല, നന്നായിരിക്കുന്നു എന്നേ പറയും. അതുപോലെ എല്ലാ ദിവസവും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ന് ഞാൻ എന്താണ് പുതുതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും ആ വ്യക്തി പുതിയ ചിന്തകളുമായിട്ട് ക്ലാസ്സിൽ ക്രിയേറ്റീവായിട്ട് ഓരോ ഐഡിയാസ് കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തെ മനുഷ്യരൊക്കെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരുപാടാണ്. ചില ഈ അധ്യാപനം എന്ന ഇത് തന്നെ മാറ്റി മറിച്ചത് ഇങ്ങനെയുള്ള മനുഷ്യരാണ്. അങ്ങനെ പലരും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മളെ ഞാൻ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യപ്പിച്ചവര്, നമ്മളോട് ബഹുമാനം കാണിച്ചു. അതൊരു വലിയ ഘടകമാണ്. പലരും സംസാരിക്കേണ്ട കാര്യമാണ് നമ്മളെ ബഹുമാനിച്ച ടീച്ചർമാർ. അതുപോലെ എന്നെ സ്വാധീനിച്ച ഒരാളാണ് ലാൻസ് മില്ലർ സെന്റർ, സാന്റ ക്ലാര യൂണിവേഴ്സിറ്റിയിലെ മില്ലർ സെന്ററിൽ എൻ്റെ മെന്ററായിരുന്നു. അപ്പം കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞങ്ങൾ സൗത്ത് ഏഷ്യ ലീഡർഷിപ്പ് സർക്കിൾ അങ്ങനെ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മനുഷ്യർ എന്നെ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ മനുഷ്യരോട് നമുക്ക് തോന്നുന്നത് ഒരു കടപ്പാടാണ്. അവരുടെയൊക്കെ കരസ്പർശം നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമ്മുടെ മൂല്യങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചോയ്സുകളിൽ, നമ്മൾ പൈസ ചെലവാക്കുന്നതിൽ, ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അവർക്കൊക്കെ നമുക്ക് നന്ദി ഉണ്ടാവും. അവർക്കുള്ള ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ നമ്മൾ അവരെ വിട്ട് കഴിഞ്ഞ് നമുക്ക് അവരോടുണ്ടാകുന്ന കടപ്പാടും, അവരെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയും, അതൊക്കെയാണ് അവരോടുള്ള ബഹുമാനം. നമുക്കൊരു ഭയമല്ല. ഈ അവസ്ഥയിൽ നമ്മൾ ആലോചിക്കേണ്ട വേറൊന്നാണ്, ഗുരുദൈവമാണോ എന്നൊരു ചോദ്യം. ഈ ദൈവങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. ദൈവങ്ങൾ അക്കൗണ്ടബിൾ അല്ല. എല്ലാം ദാനങ്ങളാണ്, ഞാൻ എടുത്തോ അല്ലാണ്ട് നമുക്ക് യാതൊരു അവകാശങ്ങളും ക്ലാസ്സിലില്ല. അവർ പിടിച്ചു വാങ്ങുവാണ് നമ്മളോട്. ഞാൻ നിങ്ങളുടെ ബഹുമാനം പിടിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എണീറ്റ് നിൽക്കണം. അവരവരുടെ നന്മ അങ്ങ് ചൊരിയുവാണ്, അല്ലാണ്ട് അതവരൊരു ഉത്തരവാദിത്വമല്ല. നമുക്കൊക്കെ മേലെ ഇരുന്ന് നമ്മുടെയൊക്കെ അപ്പുറത്ത് ഇവരെയൊക്കെ നമ്മൾ സാമ്പാണിയൊക്കെ പകുച്ച ദിവസത്തിന് രാവിലെ ക്ലാസ് കൊണ്ട് എഴുതി അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടീച്ചർമാരും നമുക്കിടയിലുണ്ട്. അവർക്ക് മനസ്സിലാകാത്ത ഒന്ന്, ഈ ബഹുമാനം എന്ന് പറയുന്നത് അത് നമ്മൾ ഏൺ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റ് നമ്മൾ ടീച്ചർമാരെ കുറിച്ച് പറയുമ്പോൾ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ടീച്ചർ, അവരവരുടെ ആ കൊളോണിയൽ അരഗൻസി വന്നേച്ച് നമ്മളെ നന്നാക്കാൻ വേണ്ടി അടിച്ച് പഠിപ്പിച്ച്, അതിന്റെ കൂടെ വരുന്നത് ഈ ജാതിയിൽ ഉയർന്ന അധ്യാപകർ. അപ്പൊ ഇത് രണ്ടും അങ്ങ് ചേർന്ന് കഴിയുമ്പോഴേക്ക്, അംബേദ്കർ സിനിമയ്ക്ക് അംബേദ്കർ ജീവിതത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ഈ ജാതിയിൽ ഉയർന്ന ഇദ്ദേഹത്തെ ക്ലാസ് റൂമിൽ എത്തിയ ടീച്ചർമാരൊക്കെ ഇന്നും പല സ്കൂളുകളിലും ഞാനത് കാണാറുണ്ട്. ഇന്നും പല ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ കുനിഞ്ഞ, സാർ ഞാൻ അകത്തോട്ട് വന്നോട്ടെ, ഇങ്ങനെ കുനിഞ്ഞെന്ന് ചോദിക്കും, സല്യൂട്ട് ചെയ്ത് ചോദിക്കും. അപ്പൊ അത് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ള ആ ഒരു സംഭവം ഉണ്ടാവും. അതാണ് ഇന്നത്തെ പല പല ടീച്ചർമാരുടെയും ഈ അധ്യാപക സങ്കല്പം എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ക്രൂരമായ കൈകളിൽ എത്ര എത്ര ജീവിതങ്ങളാണ് ഇല്ലാതെ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരുപാട് മൂല്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചർമാർ, പക്ഷെ ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഞങ്ങൾ ഒരിക്കലും പല കുട്ടികളും ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മളെയൊക്കെ കരയിപ്പിച്ചവർ, അല്ലെങ്കിൽ
പേടിച്ച് പേടിച്ച് നമ്മൾ ക്ലാസ്സിൽ പോയിരുന്നവർ, അല്ലെങ്കിൽ പിന്നെ ചാണകം ചവിട്ടി അടി കിട്ടും. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ആ ടീച്ചറിന്റെ ഇതുണ്ടല്ലോ, അതായത് അവരുടെ ഒരു അവകാശമാണ് നമ്മളെ പേടിപ്പിക്കുക. അത് പേടിയാണ് ഗുരുത്വം എന്ന് കരുതുന്ന ഒരു കൂട്ടമാണ്. ഇതിന്റെ ഏറ്റവും സങ്കടം വരുന്നത് ഇതിന്റെ ഇവരുടെയൊക്കെ മാതാപിതാക്കളാണ്. ചില മാതാപിതാക്കളും ടീച്ചർമാർ പറയും അടിക്ക്, നന്നായിട്ട് അടിക്കും, ഞാൻ വടി കൊണ്ട് തരാതെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത്, ഫുൾ ടൈം ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ കോളേജിലാണ്. അന്ന് അവിടുത്തെ മിക്ക അധ്യാപകരും ഒരു 25-30-35 വയസ്സുള്ളവരാണ്. പക്ഷെ അവരുടെയൊക്കെ ആ ഒരു അരഗൻസ്, അവരുടെയൊക്കെ സർക്കസിലെ റിംഗ് മാസ്റ്ററാണ് അവരെന്ന് പറയുന്നത്. ചാട്ടയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്, കയ്യിലല്ല അവരുടെ മനസ്സിലേക്ക്. കുട്ടികളോട് പുച്ഛം, അവരോട് ദ്രോഹം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചു വെച്ചാൽ അവരെ ഷൗട്ട് ചെയ്ത് ഇരുത്തുക. ഇതുപോലത്തെ ഒരുപാട് ടീച്ചർമാരെ ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വിചാരം ഇവരൊക്കെ എന്തോ ആണ്, അല്ലെങ്കിൽ ഇവരൊന്നും ചോദിച്ചു ചെയ്യാൻ പാടില്ല. ഈ കോളേജിലൊക്കെ എന്നിട്ട് അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് വരും. ഫീഡ്ബാക്കിനകത്ത് കുട്ടികൾ എന്താ എഴുതിക്കറിയില്ല. ഒരുപക്ഷെ ടീച്ചർമാരെ പേടിച്ച് അവരെ പലരും ഹാൻഡ് റൈറ്റിംഗ് നോക്കി കണ്ടുപിടിക്കും എന്താണ് എഴുതിയെന്നുള്ളത്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ പല കോളേജുകളിലും പല സ്കൂളുകളിലും നടക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മുറിവുകളുടെ ആഴം പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. ഒരിക്കൽ ഞങ്ങള് ടീനേജേഴ്സിന്റെ കൂടെ സർവേ ചെയ്തപ്പോഴേക്കും അവരോട് ചോദിച്ചു, നിങ്ങളെ നമ്മള് ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ച് ചോദിച്ചു, പലരും സംസാരിച്ചു. വെർബൽ അബ്യൂസിനെ കുറിച്ച് ചോദിച്ചു, അത് വാക്കുകൾ കൊണ്ട് ശകാരിച്ച് ദ്രോഹിക്കുന്നവരെ കുറിച്ച് ചോദിച്ചു. അതുപോലെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും പേടിയില്ലാത്തത് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവർ ലാംഗ്വേജ് ടീച്ചേഴ്സാണ്. കാരണം ലാംഗ്വേജ് ടീച്ചേഴ്സ് ക്ലാസ് വന്ന് പഠിപ്പിച്ചു പോകും, കുട്ടികളെ സംശയിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇത് മുതലെടുത്ത് അബ്യൂസ് ചെയ്യുന്നത് സയൻസും മാത്സിലും, എല്ലാവരുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ചിലരുടെ കാര്യത്തിൽ. കാരണം കുട്ടികൾ ഇവരുടെ അടുത്തേക്കും ഇത് പലരും ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഉണ്ടാക്കി വിടുന്നത്, ഈ ടീച്ചർമാരൊക്കെ ഉണ്ടാക്കി വിടുന്നത് ഒരു ഭാവി തലമുറയാണെന്നുള്ള ബോധ്യം പലപ്പോഴും ഇവർക്ക് ഉണ്ടാകുകയാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് എല്ലാതും പോലെ ഒരു ജോലി, അല്ലെങ്കിൽ ബാങ്കിലെ ക്ലർക്കിനെ പോലെ, അല്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടറെ പോലെ ഇതൊരു ജോലിയാണെന്നുള്ള ബോധ്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ജോലിയിൽ എന്തൊക്കെയാണ് ഭാഗം എന്നൊരു ബോധ്യം ആദ്യമായി ടീച്ചർമാർക്ക് ഉണ്ടാകണം. അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അളക്കേണ്ടത്, അത് ഇമ്മീഡിയറ്റ്ലി ഈ വർഷം എത്ര സ്കിൽ ഉണ്ടാവണം കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരെ എവിടെ വരെ ചെല്ലും എന്നൊരു ബോധ്യത. ഇതൊക്കെ ഉണ്ടാകേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചിങ്. അല്ലാണ്ട് ഇത് ദൈവങ്ങളായിട്ട് നിങ്ങളെ അവതരിപ്പിച്ചു വിടുന്ന ഒരു ചട്ടമല്ല ഇത്. ഞാൻ എന്നും ടീച്ചർമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എന്ത് ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുക എന്നുള്ളത്. പലപ്പോഴും പലരും പറയും, ഞാൻ ഇന്ന് പ്രിപ്പയർഡ് ആണോ, അല്ലെങ്കിൽ ഞാൻ നന്നായി ഡ്രസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് എന്റെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ. അതൊന്നുമല്ല. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ഇപ്പൊ ഈ അടുത്ത 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഈ ക്ലാസ് ചെലവഴിക്കുമ്പോൾ അത് ആ കുട്ടികളുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടികൾ അത് ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ വേറൊരു സംഭവം, അതുപോലെ തന്നെ വളരെ ക്രൂരമായ വേറൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞ കോളേജുകളിലും പല സ്കൂളുകളിലുള്ള അറ്റൻഡൻസ്. കോളേജുകളിൽ പ്രത്യേകിച്ച് 80% അറ്റൻഡൻസ് അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷയ്ക്ക് എത്തിയത്. എന്തിനാണ് കുട്ടികൾ ക്ലാസ് വരേണ്ടത്? അവർ വരുന്നത് അവിടെ മൂല്യം കണ്ടതുകൊണ്ടാണ്. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, വസുധ, ഹൈദരാബാദില്. അപ്പം ഇവരുടെ ക്ലാസ് എന്ന് വെച്ചാൽ ഈ ക്ലാസ് ഇളക്കി വയ്ക്കുന്ന അങ്ങനത്തെ ടീച്ചറൊന്നും ആയിരുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ഭവ്യതയോടുകൂടെ, വളരെ നന്നായിട്ട് കുട്ടികളെ പറഞ്ഞു കൊടുത്ത് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടീച്ചർ. എന്നും അവരുടെ ക്ലാസ്സിൽ 90% കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ അറ്റൻഡൻസ് കമ്പൽസറി എന്നുള്ള സംഭവം മാറ്റാൻ എനിക്കറിയാം. പല ടീച്ചർമാരും പറയും അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പിന്നെ ഇവരെ ക്ലാസ്സിൽ വന്നു. അവർ ക്ലാസ് വരാത്ത ഒരു പക്ഷേ നിങ്ങളുടെ കുഴപ്പമുണ്ടായിരിക്കാം, നിങ്ങളുടെ ക്ലാസ്സിനേക്കാൾ മെച്ചമായിട്ടുള്ള അവർക്ക് വെളിയിലുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് മാറ്റാൻ ഉള്ള ബാധ്യത നമുക്കാണ്, കുട്ടികൾക്കല്ല. അതുപോലെ പല കോളേജുകളിലും സ്കൂളിലും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇന്റേണൽ അസസ്മെന്റ്. നീയൊക്കെ വാ, അതിന്റെ ഇന്റേണൽ അസസ്മെന്റ് ഞാൻ കാണിച്ചു തരാം. പലരും എക്സ്റ്റേണൽ, അതായത് സെമസ്റ്റർ എക്സാമിന് വരെ കാണിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഇതിനെ സ്വാധീനിക്കാനുള്ള പല കഴിവുകളും അവർക്കുണ്ട്. പല കോളേജുകളും സ്കൂളുകളും ജയിലുകളെക്കാൾ മോശമാണ്. ഈ ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ ആർജിക്കുന്നതാണ്, അല്ലാണ്ട് നമ്മൾ പിടിച്ചു വാങ്ങുന്നതല്ല. എനിക്ക് ഞാൻ എടുക്കും എന്ന് പറയുന്ന ഒരു സംഭവം അല്ല. ഞാൻ അടിച്ചു വാങ്ങും എന്ന് പറയുന്ന സംഭവം അല്ല ബഹുമാനം എന്ന് പറയുന്നത്. അതുണ്ടാകണമെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതായത് എന്റെ BSc പഠിച്ച കാര്യങ്ങളുമായിട്ട് ഇപ്പൊ പോയിട്ട് കാര്യമൊന്നുമില്ല. കാലം മാറുന്നുണ്ട്, ടെക്നോളജി മാറുന്നുണ്ട്, ഇൻഫർമേഷൻ മാറുന്നുണ്ട്. അതൊക്കെ നമ്മളുണ്ടാകും. പിന്നെ കുട്ടികളോട് നമുക്ക് ബഹുമാനം ഉണ്ടാകണം. കുട്ടികളെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. എനിക്ക് വളരെ അടുത്ത ഒരു വ്യക്തിക്ക്, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അയാള് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സിലെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു.
+1 പോയപ്പോഴേക്കും ഒന്നിനും ഗുണമില്ലാത്ത കുറച്ച് ടീച്ചർമാരും ആകെ നിരാശനായിപ്പോയി. അവരാരും ഇവന്റെ കഴിവിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ ഒന്നും പോയില്ല. അങ്ങനെ +1 അവൻ തോറ്റു പോകുന്നു. അത് കഴിഞ്ഞ് അത് അവന് വളരെ ബാധിച്ച ഒരു കാര്യമാണ്. ഇത് ഞങ്ങളുടെ അവരുടെ കുടുംബത്തിലൊക്കെ ബാധിച്ച കാര്യമാണ്. അത് കഴിഞ്ഞ് വന്ന ടീച്ചർ അവനെ ഇൻസ്പയർ ചെയ്തു. അവൻ ഡിഗ്രിക്ക് ടോപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്തു. ഇപ്പം വളരെ സക്സസ്ഫുൾ ആയ എഞ്ചിനീയർ ആണ്. ഇതൊക്കെയാണ് ഒരു ടീച്ചറിന്റെ കടമ. അതായത് ഓരോ വിദ്യാർത്ഥിയെ കുറിച്ചും തിരിച്ചറിവ് ഉണ്ടാവുക, ഓരോ വിദ്യാർത്ഥിയുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക, ഓരോ വിദ്യാർത്ഥിയും അവരുടെ മുൻവിധി ഇല്ലാണ്ട് മുന്നോട്ട് കാണുക. എത്ര ടീച്ചർമാരുണ്ട് കുട്ടികളോട് ക്ഷമ ചോദിക്കുന്നവർ? കുട്ടികളോട് ക്ഷമ ചോദിക്കുന്നത് പലർക്കും പുച്ഛമാണ്. എന്ന് വെച്ചാൽ എന്തോ ഞാൻ താഴേക്ക് വന്നു എന്നുള്ളത്. ഞാൻ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഒരു ഗ്രാമത്തിൽ പഠിപ്പിക്കുമ്പോൾ പിന്നെ ഞങ്ങള് കുട്ടികളുടെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലരും പറഞ്ഞില്ല, നിങ്ങൾക്ക് നാണമില്ല ഇവരുടെ കളിക്കാൻ, നിങ്ങൾക്ക് നാണമില്ല അവരുടെ പിന്നെ തറയിലിരിക്കാനും. ഞാൻ അല്ല, എന്റെ ജോലി അവരുടെ ജീവിതത്തിൽ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ അനുവാദം ചോദിക്കുക, ഏറ്റവും ഉപരിയായിട്ട് അവർക്ക് നമ്മൾ ആൻസറബിൾ ആകുക. അപ്പോ നമ്മൾ എപ്പോഴും വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവണം. ആകുന്നത് അവരുടെ ഇമ്പാക്ട് നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുമ്പോഴാണ്. അല്ലാണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടോ ഞാൻ ടീച്ചർ ആയതുകൊണ്ട് എന്റെ വടിയുള്ളതുകൊണ്ടോ അല്ല. ആ ബഹുമാനം അവരുടെ ജീവിതത്തിൽ നമ്മളുണ്ടാക്കുന്ന ഇമ്പാക്ട്, അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന അറിവ്, അവർക്ക് നമ്മൾ മീനിങ് ആകും. നമ്മൾ അവരുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഒരു ഗുരു ആകുന്നതും ആ അർത്ഥം പിന്നീടാണ് ബഹുമാനമാകുന്നതും നമ്മൾ അവരുടെ ജീവിതത്തിലെ ദൈവങ്ങളാകുന്നത്.